അപ്പോൾ നമ്മുടെ നയനയും ആദർശവും ഇങ്ങനെ കിടക്കുക കേട്ടോ. പക്ഷെ നയനയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്ക് ആദർശം ഉറങ്ങിയോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ എത്തി വലിയ നോക്കുകയാണേ. മനസ്സിൽ മുഴുവൻ പുതിയൊരു ജന്മം കിട്ടിയതുപോലുള്ള ഒരു അനുഭൂതിയാണ്. അമ്മയും മകളുമായിട്ടുള്ള ആ സുന്ദര നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തിട്ടാവാം ഒരു പക്ഷേ നയനയ്ക്ക് ഉറക്കം വരാത്തത്. എന്താണെങ്കിലും രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചതിന് ശേഷം സന്തോഷത്തോടു കൂടി എണീച്ചിട്ട് പടം വരയ്ക്കാമെന്നുള്ള രീതിയിലൊക്കെ എണീച്ച് പോവാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശം എണീക്കുകയെ ഇപ്പം നല്ലൊരു മൂഡ് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ നല്ല ഡിസൈൻസുകളൊക്കെ കിട്ടും. ഇപ്പോൾ ആദർശമായിട്ടും കിടന്നുറങ്ങാൻ ഞാൻ പോയി അത് വരച്ചിട്ടൊക്കെ വരാമെന്നിങ്ങനെ പറയുകയാണേ. അങ്ങനെ ആദർശിന് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് നയന അവിടുന്ന് അങ്ങോട്ടേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ ഡിസൈൻ വന്നാൽ ശരിയാവത്തില്ല ഇങ്ങനെയൊക്കെ ഇന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ ദേവയാനിയെ കാണിക്കുകയാണ്. ദേവയാനിയും ഹസ്ബൻഡും റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ദേവയാനിക്ക് ഇങ്ങനെ ഉറക്കം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എണീച്ച് പോയിട്ട് ഒന്ന് പോയി നോക്കാമെന്നൊക്കെ കണ്ടുകൊണ്ട് ഇത്തിരി വെള്ളം കുടിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി വരുവേ. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ നയന അവിടെ ഇരുന്ന് പടം വരയ്ക്കുന്നത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ. മോൾ ഉറങ്ങിയില്ലായിരുന്നോ, ഈ രാത്രിക്ക് ഇവിടെ വന്നിരുന്ന് പടം വരയ്ക്കുകയാണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. നമുക്ക് നല്ലൊരു കാപ്പി എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കും കേട്ടോ. വേണ്ട അമ്മ എന്നൊക്കെ പറയും. എന്നാലും കുഴപ്പമില്ല, മോൾ പടം വരയ്ക്കുകയല്ല, ഞാൻ ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്നൊക്കെ പറയുവേ. സത്യം പറഞ്ഞാൽ മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് തന്നെ. തികച്ചും മരിച്ച ജീവിതത്തെ ഒരു അവസ്ഥയാണെന്നും പറഞ്ഞുകൊണ്ട് അനാമിക പുതപ്പിട്ട് മൂടിയിട്ട് കിടക്കുകയാണ്. അപ്പൊ അനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, എത്ര നാൾ ഈ വീഴ്പ്പ് ചുമക്കേണ്ടി വരുമോ എൻ്റെ ദൈവമേ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അനിയും അനാമികയും ഒത്തുചേർന്ന് നല്ല രീതിയിൽ പോയാൽ മതിയായിരുന്നു. എന്നിട്ട് പിന്നെ ദേവേനെ ചോദിക്കുക, ചായക്ക് കടുപ്പമുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം നയന പറയും, നല്ല സൂപ്പറായിട്ട് നല്ല കടുപ്പമുണ്ടോ എന്ന് പറയുവേ. ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ്, രാത്രിയല്ലേ ഉറക്കം വരാതിരിക്കുക എന്ന് പറയും കേട്ടോ. എവിടെ കാണട്ടെ, വരച്ചതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വരച്ചത് എടുത്ത് നോക്കും കേട്ടോ. മനോഹരമായിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു പാട്ട് കേട്ട ആ ഒരു മാധുര്യത്തിൽ നമ്മുടെ നയന ഉറങ്ങാൻ കിടക്കാം കേട്ടോ. പിന്നെ രാവിലത്തെ സീനാണ് കേട്ടോ. നമ്മുടെ നയന ഇങ്ങനെ പിങ്ക് കളർ സാരിയൊക്കെ ഉടുത്തിട്ട് നമ്മുടെ തലമുടിയൊക്കെ തോർത്തിക്കൊണ്ട് നിൽക്കുന്ന സീനാണ്. ഉറങ്ങി എണീച്ചിട്ട് കുളിച്ചിട്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. തലമുടി മുഴുവൻ വെള്ളമാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി തോർത്ത് മേടിച്ചിട്ട് അങ്ങനെ തല തോർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ തല തോർത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ. എന്നാൽ ഇവരതൊന്നും കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ തല തോർത്തി കൊടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കിനും മുത്തശ്ശി ഇങ്ങോട്ട് വന്നിട്ട് മരുമകളുടെ മുടി തലമുടിയൊക്കെ തോർത്ത് കൊടുക്കുകയാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ടായിരുന്നു, ഇതാ മുത്തശ്ശി എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും പെട്ടെന്ന് അങ്ങ് തട്ടി മാറ്റുവേ. മുടി മുഴുവൻ വെള്ളമാണ്, ഇവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. മുടി മുഴുവൻ വെള്ളം വീണ് കഴിഞ്ഞാൽ പനി വരത്തില്ലേ, ജലദോഷം വരത്തില്ലേ. ഇനി ആ ഒരു കാരണം മതി ആദർശിന് പ്രശ്നമാകാനായിട്ട് എന്ന് പറയും കേട്ടോ. ഇവൾക്ക് വീട്ടിൽ പോകാനും